ഉണ്ടാക്കുന്ന സേമിയ പായസം സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. നമ്മളൊക്കെ ചിലവരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, ചിലപ്പോൾ നല്ല കുറുകി വരും. അതൊന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് 1 ലിറ്റർ പായസമാണ്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. ഈ സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കട്ടോ. നമുക്കിത് വറുക്കാൻ ഒരു മീഡിയം തീ വെച്ച് കൊടുക്കട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി വറുക്കാൻ ചെറിയ തീ വെച്ചിട്ട്. ഞാനിവിടെ പച്ച സേമിയ വാങ്ങിയത് കൊണ്ടാണ് വറുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വറുത്ത സേമിയയും കിട്ടും, അത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ വറുക്കേണ്ട ആവശ്യമില്ല. സേമിയ വറുക്കുമ്പോൾ നെയ്യിട്ട് വറുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതിലിപ്പോൾ നെയ്യൊന്നും ഇട്ട് കൊടുക്കണില്ല, ഏതായാലും ലാസ്റ്റ് നെയ്യ് ഒഴിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കാതെ വറുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിട്ട് വറുത്താലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ സേമിയ ഒന്ന് വറുന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് ഇറക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് കൊട്ടി വെക്കാം. ഇതിനി അവിടെ ഇരുന്നോട്ടെ. നമുക്കിനി അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കാം. ഞാൻ ഒരു ഉരുളിയാണ് വെക്കുന്നത്. ഏത് പാത്രത്തിലും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഉണ്ടാക്കുന്ന പാത്രം അടി കട്ടി വേണമെന്ന് മാത്രം. നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇനി ഉരുളിയിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിനിമം പാലാണ്. നമ്മളിതിൽ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ പറഞ്ഞാൽ ഈ കപ്പ് 250 മില്ലി കപ്പ് കൊണ്ട് 2 കപ്പ് വെള്ളമാണ്. നിങ്ങൾ എത്ര പാലെടുക്കണം അതിൻ്റെ നേർ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചിലർ പായസം ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മേഡൊക്കെ ഒഴിക്കും. മിൽക്ക് മേഡ് ഒഴിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് അത് കുറച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. മിൽക്ക് മേഡ് എത്ര ഒഴിക്കണോ അത്രയും വെള്ളം കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമുക്കിനി പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇളക്കിയിട്ട് വേണം തിളപ്പിക്കാൻ. അതില്ലെങ്കിൽ പാല് പാട പിടിക്കുകയും ചെയ്യും, അടി പിടിക്കുകയും ചെയ്യും. അത് രണ്ടും ഇല്ലാതിരിക്കാനാണ് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പാല് പാടയൊന്നും കെട്ടാതെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ തിളയ്ക്കണത്? ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടാൽ ഉടനെ ഇളക്കണം കേട്ടോ. സേമിയ ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് സേമിയ വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കത്തിച്ച് ഇളക്കി കൊടുക്കാം. നമ്മളിതിപ്പോൾ ഒരു 15 മിനിറ്റ് സേമിയ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml കപ്പ് കൊണ്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് മേഡൊക്കെ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാരയൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നമ്മുടെ പായസം ഇപ്പോൾ ഇച്ചിരി വെള്ളം പോലെയാണെങ്കിലും ചൂടാറി കഴിഞ്ഞാൽ നല്ല പാകമായി വരും കേട്ടോ. ഇറക്കി വെച്ചാലും കുറച്ച് നേരം ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ പായസം പാട കെട്ടും. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്ത് കോരിയിടാം. നമുക്കിതിലൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ.
നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ കണക്കൊന്നും പറയണില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം, ഉണക്ക മുന്തിരി. മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരട്ടെ. മുന്തിരിയൊക്കെ ബലൂൺ പോലെ വീർത്ത് വരുന്നുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് മൂത്ത് മുന്തിരി വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസം ഒന്ന് പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം കേട്ടോ. കണ്ടില്ലേ, ചൂടാറിയിട്ടും കറക്റ്റ് പായസമായി. ഈവാ, വിളമ്പാൻ തന്നെ എന്തൊരു സുഖ. അത്രയ്ക്ക് നല്ല പാകമായി വന്നു, ലൂസായിട്ട്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. മക്കളെ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുവിധമുള്ളവരൊക്കെ പായസം ഉണ്ടാക്കുന്നവരാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.